സർ, ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കും സംബന്ധിച്ചാണ് സബ്മിഷൻ. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ മരവിപ്പ് ഡീഫ്രീസിംഗ് നീക്കിക്കൊണ്ട് റെയിൽവേയുടെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയതിൽ വാർത്ത കാണാൻ കഴിഞ്ഞു. 2021 MLA ആയി ചുമതലയേറ്റെടുത്തു മുതൽ ഗുരുവായൂർ തിരുനാവായ റെയിൽപാത നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ തിരുനാവായ പാതയുടെ ഡീഫ്രീസിംഗ് നീക്കിക്കൊണ്ട് നിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ മറ്റെല്ലാ കാര്യങ്ങളിൽ എന്നതുപോലെ ആ നടപടികൾ വൈകിപ്പിക്കുകയാണുണ്ടായത്. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ഇപ്പുറം മാത്രമാണ് ഡീഫ്രീസിംഗ് മാറ്റാൻ തയ്യാറായത് എന്നത് ഈ പാതയുടെ വികസനത്തിന് കാലതാമസം കേന്ദ്ര സർക്കാർ ബോധപൂർവം ഉണ്ടാക്കിയതിന്റെ തെളിവാണ്. ഇപ്പോൾ ഉണ്ടായ ഡീഫ്രീസിംഗ് നടപടി തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ ശ്രീ സുരേഷ് ഗോപി ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഈ കാലതാമസത്തിന് മറുപടി പറയാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 95-ൽ റെയിൽവേ മന്ത്രിയായിരുന്ന സുരേഷ് കൽമാടി ഗുരുവായൂർ കുറ്റിപ്പുറം പാതക്ക് തറക്കല്ലിട്ടെങ്കിലും പിന്നീട് ഒരു ഇഞ്ച് ഇത് മുന്നോട്ട് പോയിട്ടില്ല. ബദൽ പാത ആകേണ്ടിയിരുന്ന പദ്ധതിയാണ് എങ്ങും എത്താതെ നിർത്തപ്പെട്ടു പോയത്. എന്തുതന്നെയായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഡീഫ്രീസിംഗ് നടപടി ഉണ്ടായ വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും സംസ്ഥാന സർക്കാർ ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ ഫ്രീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA 1/12/2022 അദ്ദേഹം നൽകിയ കത്ത് കേന്ദ്രമന്ത്രിക്ക് അയച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ നിരവധി കത്തുകൾ നമ്മൾ അയക്കുകയുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയുമായും നിരവധി തവണ നമ്മൾ ചർച്ച നടത്തിയാണ്. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ഡീഫ്രീസിംഗ് ചെയ്തുകൊണ്ടുള്ള കത്ത് കേന്ദ്ര റെയിൽവേ ബോർഡിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ഔദ്യോഗികമായി നമ്മുടെ സർക്കാരിന് നമ്മുടെ ഫയലുകൾ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആ കത്തിൻ്റെ കോപ്പി ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം ഇതിൻ്റെ അലൈൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ വരുന്ന ഏത് റെയിൽവേ പദ്ധതികളും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായുള്ള സഹകരണം നമ്മൾ റെയിൽവേക്ക് ഉറപ്പ് നൽകി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.